അസിത, ജസീർ പറയുന്നു 24 ഇലക്ഷൻ റിസൾട്ട് പ്രക്ഷേപണം ഞങ്ങൾക്ക് കുറെ കാലത്തേക്കുള്ള ഒരു ഊർജ്ജമാണ്. ഇടയ്ക്കിടെ ഇലക്ഷൻ ഉണ്ടായത് എന്താ എന്ന് പോലും ഞങ്ങൾ ആഗ്രഹിച്ചു പോകും. അയ്യോ, അത് വേണ്ട കേട്ടോ. നമുക്ക് എനിക്ക് തോന്നുന്നത് ജസീറിന്റെ ഡയലോഗ് കേട്ടിട്ട് ഒരു പരിഹാസത്തിന്റെ ധ്വനി അതിലുണ്ട്. പക്ഷെ നമ്മളത് പരിഹാസമായി എടുക്കുന്നില്ല. ഓക്കെ അസിത, എന്റെ 24 ആദ്യത്തെ ഇലക്ഷൻ ആണ്. ഞാൻ വളരെ ആകാംക്ഷയിലാണ്. തകർക്കണം, അതെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എസ് കെ ഇതിനെ കാണുന്നത് ഇപ്പോൾ വീണ്ടും LDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ തന്നെയാകും എന്നുള്ളതിൽ ഏറെക്കുറെ ഉറപ്പുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ പിന്നീട് ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 2021 വീണ്ടും അധികാരത്തിലേക്ക് വരുമ്പോൾ LDFന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2016 അപേക്ഷിച്ച് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിലടക്കമുള്ള വർധനവ് വലിയ കോൺഫിഡൻസ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളുകളെ പോലും മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് LDF എത്തുന്നത്. അതിൽ പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ പുതുതായി വരുന്ന ആളുകൾക്ക് അവസരം നൽകുക എന്നുള്ള തീരുമാനം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനം എത്ര കണ്ട് ശരിയായിരുന്നു എന്നുള്ള LDFന്റെ CPIMന്റെ വിലയിരുത്തൽ കൂടി നമുക്കറിയാം. വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരെ തന്നെ നിലനിർത്തുന്നുണ്ടോ എന്നത് നോക്കുമ്പോൾ, അതായത് പുതിയ ആളുകളെ തന്നെ വരട്ടെ എന്നുള്ള പുതിയ തീരുമാനത്തിലേക്ക് എത്തുമോ? മറ്റൊരു കാര്യം, ഇത്തവണ പലയിടത്തും സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരികയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരുന്ന പുതുമുഖങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും അതോടൊപ്പം തന്നെ വീണ്ടും പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളൊരു ബാലൻസിംഗ് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ പോകാൻ ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് കരുതുന്നു. പക്ഷേ മറ്റുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ നിലയിൽ ഉള്ള പരസ്യമായ പ്രതികരണങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് ഈ സാമുദായിക കക്ഷികളെ അടക്കം ആരെയും പ്രീണിപ്പിക്കേണ്ട ആവശ്യം കാര്യമായി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കേപ്പബിൾ ആയ ആളുകൾ ആരാണോ ആ നിലയിലുള്ള തീരുമാനം തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. എസ് കെ ഗോപികൃഷ്ണൻ, എസ് കെ 2016 നിന്ന് 2021 പിണറായി വിജയൻ സർക്കാരിന് തുടർച്ചയുണ്ടായപ്പോൾ അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു മന്ത്രിസഭയിലെ തലമുറ മാറ്റം. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ, G സുധാകരനെ പോലെ വളരെ പ്രഗത്ഭരായ വളരെ മികച്ച മന്ത്രിമാർ എന്ന് പേരെടുത്തവർക്ക് അവർക്ക് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്നു. PP ജയരാജൻ മാറി, AK ബാലൻ മാറി, KK ശൈലജ ടീച്ചർ മാറി, ഇങ്ങനെ ധാരാളമാണ്. ഇപ്പോൾ ആ കോവിഡിന്റെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് അന്ന് സർക്കാർ നടത്തിയ ഇടപെടലൊക്കെയാണ് ഒരു തുടർഭരണത്തിനുള്ള വഴി ഒരുക്കിയത്. അന്ന് ഏറ്റവും അധികം പേരെടുത്ത അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശംസിക്കപ്പെട്ട, ഒരുപക്ഷെ കോവിഡിന്റെ കാലത്ത് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഒരു ആരോഗ്യമന്ത്രി ആ നിലയ്ക്ക് ലോകശ്രദ്ധ നേടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള KK ശൈലജ പോലും തഴയപ്പെട്ട അതിനുശേഷം ഒരു പുതു തലമുറ വരികയായിരുന്നു. KK ശൈലജ ടീച്ചറിന് പിന്നീട് ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്ന് മാറ്റി പേരാവൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയ ചിത്രവും നമ്മൾ കണ്ടു. അതിനെല്ലാം ശേഷം അതിന് ടോമന പേരായിരുന്നു. അത് തലമുറ മാറ്റമാണ്. ശരിയാണ്, പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് 2026 ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ഈ വികസന നേട്ടവും ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു തുടർ ഭരണത്തിന് ഉള്ള ജനവിധി ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോഴും നമുക്കറിയാം, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ MLA മാരുടെ പ്രവർത്തനമോ സർക്കാരിന്റെ പൊതുവായ പ്രവർത്തനമോ എന്നതിനപ്പുറത്ത് പിണറായി വിജയൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ നേതൃത്വം കൊടുത്ത ഒരു സർക്കാർ, ആ സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്മേലുള്ള ഒരു ജനവിധിയാണ് 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ നാളെ ഇപ്പോൾ വരാനിരിക്കുന്നത്. എല്ലാ ഫ്ലക്സ് ബോർഡുകളിലും മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ബാനറുകളിലും അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണി ഈ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാകും. ഈ പ്രചാരണത്തിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇനി ഇടതുമുന്നണിക്ക് ഒരു 3ാം ഭരണ തുടർച്ചയാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ കേരളത്തിൽ അതൊരു പുതിയ ചരിത്രമാകും. അങ്ങനെ ഒരു ചരിത്രത്തെ നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നാൽ, വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന അധികാര കസേരയിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിമാർക്ക്, അതായത് അവരുടെ പ്രവർത്തനത്തിന് മികവ് കൊണ്ടുകൂടിയാണ് ഈ വിജയം തനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ വീണ്ടും മന്ത്രിസഭയിൽ ഒരു അവസരം കൂടി കൊടുക്കാൻ പിണറായി വിജയൻ ഒരുങ്ങുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതല്ലെങ്കിൽ അവിടെ വീണ്ടും ഒരു പരീക്ഷണം നടത്തുമോ എന്ന കാര്യം, പിന്നെ മത്സര രംഗത്തുള്ള ഏതാണ്ട് 19ഓളം വരുന്ന മന്ത്രിമാർ, അതിൽ എത്ര പേരാണ് ജയിച്ചു കയറാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. MLA മാർ, സിറ്റിംഗ് MLA മാർക്ക് ഒരു തരത്തിലും അവരുടെ മണ്ഡലങ്ങളിൽ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സിറ്റിംഗ് MLA മാർ ഇത്തവണ മത്സരരംഗത്ത് CPM ഇറക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ ജനങ്ങൾ നൽകുന്ന, അവരുടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നാളെ അറിയാൻ കഴിയും. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് ഒരു 3ാം പിണറായി സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമ്പോൾ അദ്ദേഹം തയ്യാറാകുമോ, അതോ ആ ക്രെഡിറ്റ് മുഴുവൻ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് കൊടുക്കുമോ? കാത്തിരിക്കാം. ഗോപികൃഷ്ണൻ, 14 മണിക്കൂർ കൂടി ഏതാണ്ട് കാത്തിരിക്കേണ്ടി ഒരു ട്രെൻഡ് അറിയാൻ
മാത്രമല്ല അതിനിടയ്ക്ക് ഒരു പ്രേക്ഷകൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് LDFിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹാട്രിക് അല്ല വരാൻ പോകുന്നത്, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും LDFിന് കിട്ടാൻ പോകുന്നത് എന്നുകൂടി ഒരു പ്രേക്ഷകൻ പറയുന്നു. അതും നമ്മൾ ബഹുമാനിക്കുന്നു. കാര്യം നമുക്ക് നാളെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നത് വരെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനാവും. എന്താണ് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.